Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ സ്പീഡ് മാത്സിന്റെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പീഡ് മാത്സ് സെക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10% ഓഫ് 90. 10% ഓഫ് 90 എന്ന് പറയുമ്പോൾ 10%നെ നമുക്ക് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് അറിയാം. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/100 ആണ്. അതുപോലെ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പൊ സ്പീഡ് മാത്സിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ഫോം അല്ല ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ സ്പീഡ് മാത്സിൽ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് ഈ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം. സോ 10% ഓഫ് 90 എന്ന് കണ്ടു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ആണ്. പെർസെൻറ്റേജും ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 9 അല്ലേ? മനസ്സിലായോ? ഇപ്പൊ 10% ഓഫ് 80 എന്ത് വരും? അപ്പം 10% ഓഫ് 80 എന്ത് വരും? പെർസെൻറ്റേജും ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്ത് നമുക്ക് 8 എന്ന് എഴുതാം. ക്ലിയർ ആണോ? പെർസെൻറ്റേജും രണ്ട് സീറോയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? 8 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10% ഓഫ് 80. 10% ഓഫ് 80 ഞാൻ പറഞ്ഞല്ലോ. എന്താണ് 10% ഓഫ് 80? എന്താണ് വരുന്നത്? പെർസെൻറ്റേജും ആ രണ്ട് സീറോയും കൂടെ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് വരും? പെർസെൻറ്റേജും രണ്ട് സീറോയും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് 8 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി 10% ഓഫ് 8 നോക്കാം. 10% ഓഫ് 8 എന്ത് വരും? 10% ഓഫ് 8 10%-നകത്ത് നമുക്ക് ഒരു പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു സീറോയെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ? അപ്പൊ ഒരു ബൈ 10 ഉണ്ട്. 8/10 എന്ന് വരും. സോ 8/10 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. 8/10 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. സോ 20% ഓഫ് 270 എന്ത് വരും? പെർസെൻറ്റേജും രണ്ട് സീറോയും ക്യാൻസൽ ചെയ്യും. 27ന്റെ ഡബിൾ എടുക്കും. 27ന്റെ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും 54. ക്ലിയർ ആണല്ലോ? അപ്പൊ പെർസെൻറ്റേജും സീറോയും ക്യാൻസൽ ചെയ്ത ട്രിക്കാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിപ്പം 27% ഓഫ് 200 ചോദിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പെർസെൻറ്റേജും രണ്ട് സീറോയും ക്യാൻസൽ ചെയ്താൽ 54 കിട്ടും. ഇനി 20% ഓഫ് 27 ആയിരുന്നെങ്കിലോ? 20% ഓഫ് 27 ആയിരുന്നെങ്കിലോ? 20% ഓഫ് 27 20%ന്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്തവർക്ക് പെട്ടെന്ന് ചെയ്യാം. 1/5 ആണല്ലേ? 20% ഓഫ് 27 എന്ന് പറഞ്ഞാൽ 1/5 into 27 ആണല്ലേ? 27 divided by 5 ആണ്. 5 into 5 25, ബാലൻസ് 2. സോ 20 വരും. 0.4 എന്ന് വരും. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്വസ്റ്റിനകത്ത് വരുന്നത് 27% ഓഫ് 20 ആണെന്ന് വെച്ചോ. 27% ഓഫ് 20. 27% ഓഫ് 20 കണ്ടുപിടിക്കാൻ 27% എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം? 20% ഓഫ് 27 കണ്ടുപിടിച്ചാലും മതി. ഇത് എങ്ങനെയാ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് മാത്സിന്റെ ഈ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിശയുടെ അക്കാഡമിയിൽ SSC ഉണ്ട്, RRB ഉണ്ട്, ബാങ്കിന്റെ കോച്ചിങ് ഉണ്ട്. ഓൺലൈൻ കോഴ്സസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയും തൃശ്ശൂരും കൊല്ലം കാലിക്കറ്റ് ട്രിവാൻഡ്രം ഇത്രയും സ്ഥലത്താണ്. കൊല്ലം ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. ഇത്രയും സ്ഥലത്താണ് നമുക്ക് എക്സാം സെന്റേഴ്സ് വരുന്നത്. സോ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ നോക്കാം. ഇനി നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 27% ഓഫ് 20. 27% ഓഫ് 20 is equal to ആണ് 20% ഓഫ് 27 എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ് ആണോ നോക്കാം. 27% എന്ന് പറഞ്ഞാൽ 27/100 അല്ലേ? ഇൻറ്റു 20 അല്ലേ? സോ ഇതെന്ന് പറഞ്ഞാൽ 20% അല്ലേ? അപ്പൊ 20% ഓഫ് 27 എഴുതിക്കൂടെ? 20% അല്ലേ 20/100. സോ 27% ഓഫ് 20 ആണെങ്കിലും 20% ഓഫ് 20 ആണെങ്കിലും നമുക്ക് വരുന്നത് 20 into 27/100 എന്നല്ലേ? സോ നമുക്ക് പ്രോബ്ലംസിനെ ഡിപ്പെൻഡ് ചെയ്ത്
ഈ പെർസെൻറ്റേജ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു ഇട്ട് കൊടുത്തും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് 25% ഓഫ് 2400 ആണ്. 25% ഓഫ് 2400 രണ്ട് രീതിയിൽ ചെയ്യാം. 25% ഓഫ് 2400 എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ പെർസെൻറ്റേജും രണ്ട് സീറോയും ക്യാൻസൽ ചെയ്ത് 25 into 24 ചെയ്യാം. 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25 ആണെങ്കിൽ 25ന്റെ കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? 25ന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ആ കൂടെയുള്ള നമ്പറിനോട് 4 അങ്ങ് കട്ട് ചെയ്യുക. സോ 6 വരും. 24 divided by 4 ചെയ്യുക, 6 വരും. 25 into 6 ചെയ്താൽ മതി അല്ലേ? സോറി 25 divided by 4 ചെയ്യുക, 6 വരും. സോ 600 എന്ന് എഴുതാം. മനസ്സിലായോ? 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് സ്പീഡ് മാത്സ് 1, 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 25ന്റെ കൂടെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ആണെങ്കിൽ 4 കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പറിന്റെ കൂടെ 0 കൊടുത്താൽ മതി, 2 0 കൊടുത്താൽ മതി. അതാണ് ഒരു മെത്തേഡ്. അപ്പൊ 600 കിട്ടും. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? 25% ഓഫ് 2400 നമുക്ക് 1/4 into, കാരണം 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 into 2400 എന്ന് എഴുതാം. ശരിയല്ലേ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ 4ഉം 24 കട്ട് ചെയ്താൽ 6 ആണ്. സോ 600. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ അടുത്ത സെക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് കൊണ്ടുവന്ന് തരാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ഒന്ന് കമന്റിൽ ഇട്ടേക്കാം, കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24% of 2500. 24% of 2500 എങ്ങനെ ചെയ്യുന്നത്? 24% of 2500 രണ്ട് രീതിയിൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. 24% എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 0 കട്ട് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. എപ്പോഴും 0 കട്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കത്തില്ല. ഞാനിപ്പോ പറയാം. 24% ഓഫ് 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജും ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്താൽ 24 into 25 എന്നാവും അല്ലെ? 24 into 25 നമ്മൾ നേരത്തെ ചെയ്തതേ ഉള്ളൂ. 4 കൊണ്ട് കട്ട് ചെയ്ത് 6 എഴുതിയിട്ട് 600 എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? 4 കൊണ്ട് കട്ട് ചെയ്തിട്ട് 6 എഴുതിയാൽ 600. ഇനി ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24%ന് പകരം 25% എന്ന് എഴുതാം അല്ലെ? 25% ഓഫ് 2400 എന്ന് എഴുതാം. 24% ഓഫ് 2500 തന്നെയാണ് 25% ഓഫ് 2400. നമുക്ക് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെർസെൻറ്റേജ് ഓഫിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എഴുതാം. സോ 25%ന് പകരം ഇനി 1/4 എഴുതാം. 1/4 into 2400. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ അത് എന്ത് തന്നെ കിട്ടും? 600 കിട്ടും. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നേരത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പെർസെൻറ്റേജിന്റെ അടുത്ത ക്വസ്റ്റ്യൻ 125% ഓഫ് 135. 125% ഓഫ് 135 എങ്ങനെയാ ചെയ്യുന്നത്? 125% ഓഫ് 135. 125%ന് പരിചയം ഉണ്ടല്ലേ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതിന്റെ 5 ടൈംസ് അല്ലേ 125% എന്ന് പറയുന്നത് അല്ലെ? സോ അതെന്ത് വരും? 5/4 എന്ന് വരും. 5/4 എന്ന് വരും. ക്ലിയർ ആണോ? 125% എന്ന് പറഞ്ഞാൽ 5/4 ആണ്. സോ 5/4 into 135 എന്ന് വരും. 5/4 into 135 കിട്ടിയല്ലോ. എത്ര കിട്ടും? 675/4 എന്ന് വരും. 675/4 എന്ന് പറയുമ്പോൾ 1 ബാലൻസ് 2 27. So 6 into 4 24, ബാക്കി 35, 160. എവിടെയോ മിസ്റ്റേക്ക് പറ്റിയല്ലോ. So 1 into 4 balance 227. 6 into 4 24, balance 335. 8 into 4 32, balance 337. Then 168.75. 168.7. കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45% of 540.
45% of 540. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? 45% of 540. Any idea? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 45% എന്ന് പറയുമ്പോൾ 50% നിന്ന് 5% സബ്ട്രാക്ട് ചെയ്താലാണ് 45% കിട്ടുന്നത് അല്ലെ? 50% നിന്ന് 5% കട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 45% കിട്ടുന്നത്. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 50% കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ 100% ആണ് 540. 100% ആണ് 540. അപ്പൊ 50% എന്ന് പറയുമ്പോൾ 540ന്റെ പകുതി എത്ര വരും? 270. ശരിയല്ലേ? 540ന്റെ പകുതി 270. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ 270 ആണ്. അപ്പൊ 5% എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. 27 വരും. അപ്പൊ 270 മൈനസ് 27 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ആൻസർ 240. ഓക്കെ ആണോ? അപ്പൊ 45% കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 50% കണ്ടുപിടിക്കാം, 5% കണ്ടുപിടിക്കാം. 50% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാഫ് എടുത്താൽ മതി, 270 ആണ്. 5% എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് കൂടെ അങ്ങ് മാറ്റിയാൽ മതി. 270 ഒരു ഡിജിറ്റ് കൂടെ അങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 45% കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. $55 of 320. 55% of 320. ഇതുപോലെ ഒന്ന് ചെയ്തേ, ഇതേ ലോജിക്കിൽ ഒന്ന് ചെയ്തേ. 55% of 320. ആ 50%ന്റെ കൂടെ 5% ആഡ് ചെയ്താൽ പോരെ? 50% എന്ന് പറഞ്ഞാൽ 320യുടെ ഹാഫ്. 320യുടെ ഹാഫ് എത്ര വരും? 300 ആണെങ്കിൽ 150 ആണ്, പിന്നെ ഒരു 10 കൂടെ 160. ആ 160യുടെ കൂടെ ഒരു ഡിജിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ 16. സോ എത്ര കിട്ടും? 176. സിമ്പിൾ അല്ലേ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 100% ആണ് 320 എങ്കിൽ 50% എന്ന് പറഞ്ഞാൽ 100%ന്റെ പകുതിയല്ലേ 50. 320യുടെ പകുതി എത്ര വരും? 160 വരും. 50% 160 ആണെങ്കിൽ 5% കണ്ടുപിടിക്കാൻ ഒരു 0 ക്യാൻസൽ ചെയ്താൽ മതി, ലെഫ്റ്റും റൈറ്റും അല്ലെ? ഈ ഒരു 0യും ഈ ഒരു 0യും പോയി കഴിഞ്ഞാൽ 5% ദാറ്റ് ഈസ് 60. നമുക്ക് 55% ആണ് വേണ്ടത്. അപ്പൊ 55% എന്ത് വരും? 160 പ്ലസ് 16, 176. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. $101% of 424. 101% of 424. എങ്ങനെ ചെയ്യാം? 100% സ്പ്ലിറ്റിംഗ് മെത്തേഡ് തന്നെ എവിടെ അപ്ലൈ ചെയ്യുന്നത്? സ്പ്ലിറ്റിംഗ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 100% എന്ന് പറഞ്ഞാൽ 400 ആണ്. 1% എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടുന്ന് 2 0 ക്യാൻസൽ ആയാണ് 1% വരുന്നത്. സോ ഇവിടുന്ന് 2 0 ക്യാൻസൽ ചെയ്യാൻ 4 വരും. സോ 101% എന്ന് പറഞ്ഞാൽ 404 ആണ്. 101% എന്ന് പറഞ്ഞാൽ 404 ആണ്. സോ ഇവിടെ 424 ആയിരുന്നു അല്ലെ? 424 ആകുമ്പോൾ നമുക്ക് എന്താ മാറ്റം വരുന്നത്? 400ന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ 424 ആകുമ്പോൾ എന്ത് മാറ്റം വരും? 100% എന്ന് പറഞ്ഞാൽ 424 ആണ്. അപ്പൊ 1% എന്ന് പറയുമ്പോൾ ഇവിടെ 2 0 ഉണ്ടെന്നെങ്കിൽ അത് ഡിവൈഡ് ആയി 100 കൊണ്ട് ഡിവൈഡ് ആയിട്ടാണ് 1% വന്നേക്കുന്നത്. ഈ 424നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.24 കിട്ടും. 4.24 കിട്ടും. സോ ആഡ് ചെയ്യുമ്പോൾ 428.24 എന്ന് വരും. 428.24. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സോ 101% ഓഫ് 424 എന്ന് പറഞ്ഞാൽ 100% പ്ലസ് 1% ആണ്. 1% 100% 1%ലോട്ട് മാറാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. സോ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 4.24 ആണ് കിട്ടുന്നത്. സോ 424 പ്ലസ് 4.24 ആണ് 101%. അപ്പൊ അതും ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 105% ഓഫ് 420. 105% of 420. എങ്ങനെ വരും? 105% of 420. 100% എന്ന് പറഞ്ഞാൽ 420 ആണ്.
100% എന്ന് പറഞ്ഞാൽ 420 ആണ്. ഓക്കെ, നമുക്കിനി 5% അല്ലേ വേണ്ട. സോ 10% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100% 420 ആണെങ്കിൽ 10% 42 ആണ്. 5% എന്ന് പറഞ്ഞാൽ 10%ന്റെ പകുതിയല്ലേ, 21 അല്ലേ. അപ്പൊ 100% അറിയാം, 10% അറിയാം, 5% അറിയാം. അപ്പൊ 105% എന്ന് പറഞ്ഞാൽ ഈ 100ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 420 പ്ലസ് 420 പ്ലസ് 21 വരും, 441 വരും. 441 ആണ്. ഓക്കെ, ഇത് തന്നെ കുറച്ച് പേര് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 100% എന്ന് പറയുന്നത് 420 ആണ്. അങ്ങനെയാണെങ്കിൽ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയല്ലേ, 210 അല്ലേ. അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ ഒരു 0 ക്യാൻസൽ ചെയ്താൽ കിട്ടില്ലേ. അപ്പൊ 105% എന്ത് കിട്ടും? 420 പ്ലസ് 20. 10% ഇട്ട് പോവാം, അല്ലെങ്കിൽ 50% ഇട്ട് പോവാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യും. ഓക്കെ, ഏത് മെത്തേഡ് ആയാലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബൈ 100 മെത്തേഡ് നമുക്ക് വേണ്ട. 4% of 75. 4% of 75. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 4% of 75 എന്ന് പറയുമ്പോൾ 4% എന്ന് പറഞ്ഞാൽ അറിയാലോ 1/25 ആണ്. സോ 1/25 into 75 എത്ര വരും? 25. 3s are 75. സോ 3 കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 75ഉം 4ഉം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 4% of 75 തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 75% of 4 എന്ന് പറയുന്നത്. 75% എന്ന് പറഞ്ഞാൽ എന്താ? 3/4 അല്ലേ. സോ 3/4 into 4. സോ 4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് 3 വരും. അങ്ങനെ ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. 67.5% of 160. 67.5% of 160. ചെയ്ത് നോക്കിയോ? എന്ത് ചെയ്യാൻ പറ്റും? 70%ൽ നിന്ന് ഒരു 2.5% കുറച്ചാൽ 67.5% കിട്ടില്ലേ. 70%ൽ നിന്ന് ഒരു 2.5% കുറച്ചാൽ 67.5% കിട്ടില്ലേ. അപ്പം 70% കണ്ടുപിടിക്കുക, 2.5% കണ്ടുപിടിക്കുക, then അതിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ നമുക്ക് 67.5% കിട്ടും അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോൾ 70% എന്താ? 100% എന്ന് പറഞ്ഞാൽ 160 ആണ്. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ 16 അല്ലേ. അങ്ങനെയാണ് 70% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10 into 7 ആണ് 70 എന്ന് പറയുന്നത്. അപ്പൊ 16 into 7 ചെയ്താൽ മതി. എത്ര വരും? 112 വരും. അപ്പൊ 70% എന്ന് പറഞ്ഞാൽ 112 ആണ്. 70% എന്ന് പറഞ്ഞാൽ 112 ആണ്. ക്ലിയർ ആണോ? ഇനി 25% വേണം. ഓക്കെ, 10% എന്ന് പറയുമ്പോൾ 16 ആണെങ്കിൽ 5% എന്ന് പറയുമ്പോൾ 10% പകുതി എത്ര വരും? 8 വരും. അങ്ങനെയാണ് 8ന്റെയും പകുതിയല്ലേ, 5%ന്റെയും പകുതിയല്ലേ 2.5%. അപ്പൊ 2.5% എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 വരും അല്ലെ. 2.5% എന്ന് പറയുമ്പോൾ 4 വരും. 2.5% എന്ന് പറയുമ്പോൾ 4 വരും. സോ 112 മൈനസ് എന്ത് ചെയ്താൽ മതി? 4 ചെയ്താൽ മതി അല്ലെ. 112ൽ നിന്ന് 4 കുറച്ചാൽ മതി. 112ൽ നിന്ന് നമുക്ക് 4 കുറയ്ക്കാം. സോ എത്ര വരും? 108 എന്ന് വരും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ലെങ്തി ആണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതല്ല കേട്ടോ. 67.5% of 160 by 100 അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് തന്നെ ഇത്. ഇത് തന്നെ വേറൊരു രീതിയിലും ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. അതായത് ഇപ്പൊ 67.5%നെ 70% മൈനസ് 2.5% എന്ന് എടുത്താ ചെയ്തത്. അതിന് പകരം 67.5%നെ 50% പ്ലസ് 10% 60 ആയില്ലേ. ബാക്കി 7.5% പ്ലസ് 2.5% അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പകുതി എടുക്കുക, 160ന്റെ പകുതി എടുക്കുക 80, ഇതിന്റെ 16, ഇതിന്റെ 5% എന്ന് പറയുമ്പോൾ 8, 2.5 എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെയും പകുതി 4. ഇങ്ങനെ ജസ്റ്റ് 80 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലെ, 108 കിട്ടും.
അപ്പൊ നമുക്ക് എന്ത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി വേറൊരു വഴിയുണ്ട്. ഇത് ഇങ്ങനെ ഒന്നും അല്ലാണ്ട് വേറൊരു രീതിയിലും ചെയ്യാം. 67.5 ഡെസിമൽ വരുന്നതുകൊണ്ടല്ലേ പ്രശ്നം. ഡെസിമൽ മാറ്റാൻ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു സീറോ കിടപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാം അല്ലെ. നമുക്ക് ആ ഒരു മെത്തേഡും കൂടെ നോക്കാം. അതായത് 67.5 എന്ന് പറയുന്നത് പിന്നെ 160 അല്ലേ, അതിനെ നമുക്ക് 67.5% ഓഫ് 160 നമുക്ക് ഈ 10 എടുത്ത് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഡബിൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 67.5% ഓഫ് 160. ഇതിപ്പം ഇത് നമുക്ക് അറിയാവുന്ന ഒരു നമ്പർ ആയിരുന്നെങ്കിൽ ഇപ്പൊ 16% എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒരു നമ്പർ ആയിരുന്നെങ്കിൽ 16% ഓഫ് 675 എന്ന് ചെയ്താൽ മതിയായിരുന്നു. 16% എന്ന് പറഞ്ഞാൽ 1 എത്ര വരും? 16% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 4/25 എന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ അതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്യുന്നതാ, ഈ 100%, 10%, 70 അല്ലെങ്കിൽ 50%, 10%, 5% ഒക്കെ ഇട്ട് ചെയ്യാം. ചില പ്രോബ്ലത്തിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുമ്പോഴായിരിക്കും എളുപ്പം. ഈ ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ ഇത് സ്പ്ലിറ്റിംഗ് മെത്തേഡിനാണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആവും, മൈൻഡിൽ തന്നെ ചെയ്യാം. ഇങ്ങനെ ഒന്നും നിങ്ങൾ എഴുതത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകാനായിട്ട് പറ്റും. പ്രാക്ടീസ് ചെയ്യണം പക്ഷേ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, 32.5% ഓഫ് 130. ഇത് അതുപോലെ ഒന്ന് പറഞ്ഞേ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 100% 130 ആണ്, ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. 30%ഉം 2.5%ഉം കണ്ടുപിടിച്ചറിയല്ലേ. 100% 130 ആണ്, 10% 13 ആണ്. ഓക്കെ, 10/4 അല്ലേ, ഡിവൈഡഡ് ബൈ 4 അല്ലേ 2.5 എന്ന് പറയുന്നത്. ആദ്യം ഒരു പകുതി എടുത്ത് പിന്നെ ഒരു പകുതി എടുക്കണം അല്ലെ. അപ്പൊ 13/4 അല്ലേ വരുന്നത്. സോ 32.5% എന്ന് പറയുമ്പോൾ 13 into 3 ചെയ്താൽ 30% ആവും. 30% എന്ന് പറയുന്നത് 13 into 3 ആണ്, 39 ആണ്. 2.5% എന്ന് പറയുന്നത് 13/4 ആണ്. എത്ര വരും? 3.25 അല്ലേ, 3.25. അപ്പൊ ടോട്ടൽ എത്ര വരും? 42.25 വരും. 42.25 വരും. ഓക്കെ, ഇത് നമുക്ക് പല മെത്തേഡിലും ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 100% 130 ആണ്, അപ്പൊ 10% 13 ആണ്. സോ 30% 39 കിട്ടി. 2.5 എന്ന് വെച്ചാൽ ബൈ 4 ആണ്. 13/4 എന്ന് പറഞ്ഞാൽ 13/4 എന്ന് പറഞ്ഞാൽ 3 1/4 ആണ്. 3 1/4 എന്ന് വെച്ചാൽ 3.25 ആണ്. അത് ആഡ് ചെയ്താൽ 42.25 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പരിപാടി ചെയ്യാം. 32.5 130 അല്ലേ, 32.5% ഡെസിമൽസിനെ മാറ്റി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രീതി ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ആ ഒരു രീതി നോക്കുമ്പോൾ 32.5% ഓഫ് 130. 32.5ന്റെ ഡബിൾ എത്ര? 65 അല്ലേ. പകരം 130യുടെ ഹാഫ് എടുത്ത് നോക്കിയേ, അതും 65 അല്ലേ. അപ്പൊ 65% ഓഫ് 65 എന്ന് കിട്ടത്തില്ലേ. 65% ഓഫ് 65 എന്ന് പറഞ്ഞാൽ 65 സ്ക്വയർ ബൈ 100 ചെയ്താൽ മതി. 65ന്റെ സ്ക്വയർ എങ്ങനെയാ ചെയ്യുന്നത്? 6ന്റെ നെക്സ്റ്റ് നമ്പർ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 25 എഴുതിയാൽ മതി. 42.25 കിട്ടും. അപ്പൊ എന്തെല്ലാം രീതിയിൽ ചെയ്യാം. അപ്പൊ ഈ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ട്രിക്സ് ഒക്കെ അറിയാത്തൊരു സ്പീഡ് മാക്സ് 1 ഉം 2 ഒക്കെ കാണുക. മുന്നിലുള്ള ക്ലാസ്സുകളുടെ ഫോളോ അപ്പ് ആണ് ഇത്. ഇത് നേരെ പെർസെന്റേജിലോട്ട് പോയതാണ്. സിംപ്ലിഫിക്കേഷന്റെ കുറെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. 6.25% ഓഫ് 32. 6.25% ഓഫ് 32. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 6.25% ഓഫ് 32 കിട്ടിയോ? 6.25 into 6.25 എന്ന് പറഞ്ഞാൽ 6 1/4 അല്ലേ, അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 25 കിട്ടും അല്ലെ. 6 into 4 24 ആണ്. 1/4 into 4 1 ആണ്. അപ്പൊ 25 കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പകരം ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലേ, നല്ല വാല്യൂന്റെ ഡിഫറൻസ് വരാതിരിക്കൂ. സോ 25 into 32/4 എത്ര? 8 ആണ്. 25 into 8 വരും. 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ 4 കൊണ്ട് കട്ട് ചെയ്യുക, 2 എഴുതുക, 200 എഴുതാം. ആൻസർ 200. മനസ്സിലായോ? 6.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 ആയി, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ആയി. സോ 25 into 8. ഇനി പെർസെന്റേജ് ഉണ്ട്, ബൈ 100 ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. സോ 200. ക്ലിയർ ആണല്ലോ?
അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ 6.25 by 100 into 32 ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ 6.25ന്റെ 4 ടൈംസ് എന്ന് പറയുന്നത് 25 എഴുതി, 32 divided by 4 എന്ന് പറയുന്നത് 8 എഴുതി by 100 ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഇവിടെ തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 25 into 8 200 ആണ്, by 100 വരും, 2 വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 65% of 20. ഇതുപോലെ ഒന്ന് ചെയ്തേ. ഒരു മെത്തേഡ് 20% of 65 അങ്ങ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഒരു മെത്തേഡ് അത് തന്നെയാണ്, 20% of 65 അങ്ങ് കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട അല്ലെ? അപ്പൊ എത്ര കിട്ടും? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 1/5 into 65 എത്ര വരും? 13 വരും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 65ന്റെ ഡബിൾ 130% ഓഫ് 20യുടെ ഹാഫ് എടുത്താൽ മതി. 130% ഓഫ് 10 എന്ന് പറയുമ്പോൾ 130, പിന്നെ ഒരു 0/100 അപ്പൊ എങ്ങനെ ചെയ്താലും മതി, സിമ്പിൾ ആയിട്ട് ചെയ്യാം. by 100 എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. 37 into 21 plus 35 into 45 plus 392 is equal to ക്വസ്റ്റ്യൻ മാർക്കിന്റെ ക്യൂബ് ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇതിന്റെ സൊല്യൂഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇത് ആൻസർ ചെയ്തൊന്ന് കമന്റ് ചെയ്യാം. ഇതൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള നമ്പേഴ്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി സ്പീഡ് മാത്സിൽ പറഞ്ഞിട്ടുണ്ട്. 37ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി സ്പീഡ് മാത്സിൽ പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.